വീണപ്പൂവ് കുമാരനാശാന്റെ വീണപ്പൂവ് 1907 രചിക്കപ്പെട്ടു. മൃത്യുവാൽ ചിന്താകുലനാകപ്പെട്ട ഏകാകിയായ മനുഷ്യന്റെ അപൂർണതാബോധമാണ് ഈ രചനയിൽ മുഴങ്ങുന്നത്. അതാണ് അക്കാലത്ത് ജീവിതത്തിന്റെ ഞെട്ടിൽ നിന്നടർന്നു വീണ പൂവിന്റെ ചരിത്രത്തെ ഭാവാർദ്രമാക്കുന്നത്. ആരുടെ അകാല വിയോഗത്തിൽ നാം വേദനിക്കുന്നുവോ, ആരുടെ അകാല വിയോഗം സ്നേഹാധിക്യത്താൽ ചില നേരം നാം സങ്കൽപ്പിച്ച് വേദനിക്കുന്നുവോ, ചിലപ്പോൾ അവനവൻ്റേതുമാകാവുന്ന ആ വിധിഗതമായ വിയോഗത്തിൻ്റെ ഹൃദ്യമായ കൽപ്പനയാണ് പൂവ്. ശുദ്ധി, മൃദുത്വം, ആഭ, സാരള്യം ഇവയുടെയൊക്കെ കാലമായുള്ള പ്രതിരൂപമാകയാൽ വീണപൂവ് എന്ന് കവിതയിൽ തന്നെ സൂചിപ്പിച്ചിട്ടുമുണ്ട്. ഹാ പുഷ്പമേ, അധിക തുംഗപദത്തിലെത്ര ശോഭിച്ചിരുന്നിതൊരു രാജ്ഞിക്കണക്കയേ നീ. ശ്രീഭൂവിലസ്ഥിര അസംശയം ഇന്നു നിന്റെ യാഭൂതിയെങ്ങു പുനരെങ്ങു കിടപ്പിതോർത്താൽ. ലാളിച്ചു പെറ്റ ലതയൻപൊടു ശൈശവത്തിൽ പാലിച്ചു പല്ലവപുടങ്ങളിൽ വച്ചു നിന്നെ. ആലോലവായു ചെറുതൊട്ടിലുമാട്ടി താരാട്ടാലാപമാർന്നു മലരെ ദളമർമരങ്ങൾ. പാലൊത്തെഴും പുതുനിലാവിലലം കുളിച്ചും ബാലാതപത്തിൽ വിളയാടിടുമാടലന്യേ. നീ ലീല പൂണ്ടിളയമൊട്ടുകളോടു ചേർന്നു ബാലത്വമങ്ങനെ കഴിച്ചിതു നാളിൽ നാളിൽ. ശീലിച്ചു ഗാനമിട ചേർന്നു ശിരസ്സുമാട്ടി കാലത്തെഴും കിളികളോടത മൗനമായി നീ. ഈ ലോകതത്വവുമയേ തെളിവാർന്ന താരാ ജാലത്തോടുന്മുഖതയാർന്നു പഠിച്ചു രാവിൽ. ഈ വണ്ണം അൻപൊടു വളർന്നത നിന്റെ അംഗമാവിഷ്കരിച്ചു ചില ഭംഗികൾ മോഹനങ്ങൾ. ഭാവം പകർന്നു വദനം കവിൾ കാന്തിയാർന്നു പൂവേ, അതിൽ